ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. നാളത്തെ പ്രൊമോ കഥയിൽ സുകുമാരി അമ്മയും പ്രിയങ്കയുമാണ് കാണിക്കുന്നത്. അവരുടെ അടുത്തേക്ക് അവരുടെ സിനിമയുടെ പുതിയ പോസ്റ്റ് കൊണ്ട് കാണിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. അവരുടെ സിനിമയുടെ പോസ്റ്റ് കാണുമ്പോൾ സുകുമാരി അമ്മയ്ക്കും പ്രിയങ്കയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. പ്രിയങ്ക പറയുന്നുണ്ട്, ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ സിനിമ പൂർത്തിയാക്കില്ല എന്നൊക്കെ. പ്രൊഡക്ഷൻ കൺട്രോളിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് ചിലർക്കൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നുവെന്ന്. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് ആ ധാരണ തെറ്റാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് വരുണിനെയാണ്. വരുണിനെയും രാധികയും ആക്രമിച്ച കാര്യങ്ങളെല്ലാം ജയഭാരതി മുത്തശ്ശിയോട് വരുൺ പറയുന്നുണ്ട്, നമ്മുടെ കഴുത്തിൽ ഒരാൾ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസം പോകില്ലേ, ആ സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ചെറിയച്ഛനാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും നമ്മൾ വിചാരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു. വരുൺ പറയുന്നത് കേൾക്കുമ്പോൾ ജയഭാരതി മുത്തശ്ശിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയും നിങ്ങളെ അവൻ ദ്രോഹിച്ചാൽ അവനെ വെറുതെ വിടരുത്, അവനെ കൊന്നു കളയണമെന്ന് പറയുന്നു. ജയഭാരതി മുത്തശ്ശി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് വരുണും രാധികയും തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇന്നത്തെ പ്രൊമോ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം. താങ്ക്